ഒരിക്കൽ തന്നെ ദ്രോഹിച്ചിരുന്ന പോൾ എന്ന ധനാഢ്യനെയും ഡോക്ടർ ശർമ്മയെയും തേടി റജീന എന്ന സ്ത്രീ എത്തി. അവർ ആ സ്ത്രീയെ കെണിയിൽപ്പെടുത്തി. ശങ്കർ സാഹസികമായി അവരെ രക്ഷപ്പെടുത്തി. തുടർന്ന് പോളും ശർമ്മയും കൂടി ശങ്കറിനെ വകവരുത്താൻ കച്ചം കെട്ടിയിറങ്ങി. നന്മയും തിന്മയുമായുള്ള സംഘട്ടനം. ആ സംഘട്ടനത്തിൽ പലരും മരിച്ചു വീണു. പക്ഷേ മൂവരും പിന്മാറിയില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ബാലചന്ദ്രൻ്റെ മകൾ ടിൻഡു കൊല്ലപ്പെട്ടതോടെ ശങ്കറിനെ വേട്ടയാടാൻ പോലീസും രംഗത്തു വന്നു. ആ യുവതിയെ ക്രൂരമായി കൊല ചെയ്ത് ഡോക്ടർ ശർമ്മ പൊട്ടിച്ചിരിച്ചു. അധോലോക ചക്രവർത്തിയായ ഉമ്മറിൻ്റെ പിടിയിൽ നിന്നും പോളിൻ്റെ മകൾ നിമ്മിയെയും ശർമ്മയുടെ മകൾ സജിനിയെയും ശങ്കർ രക്ഷപ്പെടുത്തി. പിന്നീട് നിമ്മി ശങ്കറിനോടൊപ്പം നിന്നു. എന്നാൽ പിതാവിൻ്റെ സ്വഭാവം രക്തത്തിൽ കലർന്നിരുന്ന സജിനി ശങ്കറിനെ വകവരുത്താൻ കെണിയൊരുക്കി. തുടരെ തുടരെ പരാജയമേറ്റുവാങ്ങിയ ഡോക്ടർ ശർമ്മ ബോംബെയിൽ നിന്നും 3 ഗുണ്ടകളെ കൊണ്ടുവന്നു. ശങ്കർ അവരെയും അടിച്ചു തുരത്തി. അവസാനം പോളിൻ്റെ നിർദ്ദേശപ്രകാരം ശങ്കറിൻ്റെ കാമുകി ഡോക്ടർ സെൽമയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോന്നു. ഡോക്ടർ ശർമ്മ കൊല്ലപ്പെട്ടു. അയാളുടെ മകൾ സജിനിയെ ഗുണ്ടകൾ 3 പേരും മാറി മാറി ബലാത്സംഗം ചെയ്തു. പിന്നീട് ശർമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ബിസിനസ് പങ്കാളിയുമായ പോളും അവളെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു. വിഷം മുറ്റിയ മൂർഖനെ പോലെ ചീറാനല്ലാതെ എതിരാളിയെ ഒന്നും ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല. തൻ്റെ കാമുകിയെ തേടിയിറങ്ങിയ ശങ്കർ പോളിൻ്റെ ബന്ധനത്തിലായി. അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ സ്വന്തം പിതാവിനാൽ നിമ്മി വെടിയേറ്റു വീണു. ജീവൻ പോകുന്നതിനു മുമ്പേ അയാൾ അവളെ റെയിൽ പാളത്തിൽ കൊണ്ടുചെന്നിടാൻ കൊടുത്തുവിട്ടു. പോളിൻ്റെ ബന്ധനത്തിൽ നിന്നും ശങ്കർ രക്ഷപ്പെട്ടു. പണത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും പേരിൽ എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും പോൾ രക്ഷപ്പെട്ടു. മറ്റുള്ളവർ ചെയ്തതും കൂടി ശങ്കറിൻ്റെ തലയിലായി. സാഹസികനായ ആ ചെറുപ്പക്കാരൻ ജയിലിൻ്റെ ഇരുമ്പഴികൾക്കുള്ളിലായി. പോൾ എന്ന ഭീകരൻ്റെ മരണത്തടങ്കലിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ശങ്കർ ആലോചിച്ചു. സ്വന്തം പിതാവിൻ്റെ വെടിയുണ്ടയേറ്റ് അവൾ കൊലപ്പെട്ടിരിക്കുമെന്ന് അയാൾ കരുതി. പക്ഷേ വെടിയേറ്റ് വീണ നിമ്മിയെ പോളിൻ്റെ നിർദ്ദേശപ്രകാരം റെയിൽ പാളത്തിൽ വച്ചിട്ട് അയാളുടെ അംഗരക്ഷകനായ ജയൻ കാറിൽ ചാരി നിന്നു. അയാളുടെ ചുണ്ടിൽ ഒന്നിനു പുറകെ ഒന്നായി സിഗരറ്റുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു. ഇനിയും വരാൻ വൈകുന്ന രാത്രി വണ്ടിയെ അയാൾ ശപിച്ചു. മഞ്ഞു വീഴുന്ന ഈ രാത്രിയിൽ ഏകനായി ഒരു മൃതശരീരത്തിന് കാവൽ നിൽക്കുക. മൃതശരീരം. ജയൻ്റെ മനസ്സറിയാതെ പിടഞ്ഞു. നിമ്മിയുടെ ശരീരം റെയിൽ പാളത്തിൽ കിടത്തുമ്പോഴും അവളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. വെടിയേറ്റത് കാലിൻ്റെ തുടയിലാണ്. പെട്ടെന്നുണ്ടായ ഷോക്കും രക്തം നഷ്ടപ്പെട്ടതിലുള്ള ബോധക്കേടുമാണ് അവളുടെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മുതലാളിക്ക് ഇത്രമാത്രം നീചനാകാൻ കഴിയുന്നതെങ്ങനെ? ജയൻ അത് തന്നെ ചിന്തിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ വെടിവെച്ചെങ്കിൽ പോലും മരിക്കുമോ എന്നറിയുന്നതിന് മുമ്പ് റെയിൽ പാളത്തിൽ കൊണ്ടുപോയി വെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഉണ്ടായിരുന്നതെല്ലാം കൊന്നും ചത്തും അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരേ ഒരെണ്ണത്തിനെയും ഇല്ലാതാക്കിയിരിക്കുന്നു. കൊള്ളയും കൊലയും നടത്തി സമ്പാദിച്ചതെല്ലാം ആ മനുഷ്യൻ്റെ കാലശേഷം അനാഥമായി തീരും. എല്ലാം അറിയാമായിരുന്നിട്ടും ഒരൽപ്പം വിട്ടുവീഴ്ചയോ ദയയോ ഉണ്ടാകാത്തതാണ് അത്ഭുതം. ട്രെയിൻ വരുന്നതുവരെ താനിവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ജയന് തോന്നി. ജനസഞ്ചാരമില്ലാത്ത ഈ ഭാഗത്ത് ആരും വന്ന് അവളെ എടുത്തുകൊണ്ടു പോകില്ല. സ്വയം എഴുന്നേറ്റ് പോകാൻ അവളെ കൊണ്ടാവില്ല താനും. ഇതിനോടകം അവൾ മരിച്ചിട്ടുണ്ടാകും. ഓരോ സെക്കൻഡ് പിന്നിടും തോറും ജയൻ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനാവുകയായിരുന്നു. പെട്ടെന്നെന്തോ ഓർമ്മിച്ചിട്ടെന്ന പോലെ അവൻ ഡോർ തുറന്ന് കാറിൽ കയറി. ഡാഷിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 3X റാം പുറത്തെടുത്തു. അരക്കുപ്പിയോളം അതിലുണ്ടായിരുന്നു. കുപ്പി തുറന്ന് വായിലേക്ക് കുറച്ച് കമ്മിത്തി. പിന്നെ കുപ്പിയടച്ച് പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് കാറിൽ നിന്നും ഇറങ്ങി. മദ്യത്തിൻ്റെ ലഹരി തലയ്ക്കുള്ളിൽ പതഞ്ഞുയർന്നപ്പോൾ അവൻ റെയിൽ പാളത്തിനടുത്തേക്ക് ചെന്നു. പാളത്തിൽ വിലങ്ങനെ വെച്ചിരിക്കുന്ന നിമ്മിയുടെ മൂക്കിനടുത്ത് കൈപ്പത്തി അമർത്തി നോക്കി. അവൾ മരിച്ചിരുന്നില്ല. നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആ യുവതി ശാന്തമായി ഉറങ്ങുകയാണെന്ന് തോന്നി. അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നപ്പോൾ അവൻ്റെ സിരകൾ ത്രസിച്ചു. നിമ്മി മരിക്കാൻ പോകുന്നു. തീവണ്ടിയുടെ ഉരുക്ക് ചക്രങ്ങൾ മൃദുലമായ ഈ ശരീരം ഛിന്ന ഭിന്നമാക്കും. ഇപ്പോൾ ഈ ശരീരം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഏതാനും മണിക്കൂർ മുമ്പ് ഇവളെ ഒന്ന് തെറ്റായ രീതിയിൽ നോക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഇവളെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് കിട്ടിയിരിക്കുന്നു. അവൻ്റെ ചിന്തകൾ കാടുകയറി. ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണ സ്വഭാവത്തോടെ അവൻ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. അർദ്ധബോധാവസ്ഥയിൽ നിമ്മി ഒന്ന് ഞരങ്ങി. മിടുക്കി. അവൻ മുരണ്ടു. എന്നിട്ട് അവളെ എടുത്ത് മഞ്ഞു വീണു നനഞ്ഞ പുല്ലിൻ പുറത്ത് കിടത്തി. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ആവശ്യം കഴിഞ്ഞ് തീവണ്ടി വന്നു ചേരാവൂ എന്ന്. നിമ്മിയുടെ ശരീരത്തിലേക്ക് അവൻ കുനിഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിച്ചു. പൊടുന്നനെ ശക്തിയായ ഒരു തൊഴിയേറ്റ് ജയൻ മലർന്നടിച്ചു വീണു.